ഇടുക്കി നെടുങ്കണ്ടത്ത് 2.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധജല ടാങ്കിന്റെ സമീപം ഉറവ കണ്ടെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. എഴുകുംവയൽ കുരിശുമൂട്ടിൽ പടിയിലെ ജപ്പാൻ ശുദ്ധജല പദ്ധതിയുടെ ടാങ്കിന് ചുറ്റുമാണ് വേനലിലും ഉറവ രൂപപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി എഴുകുംവയൽ കുരിശുമൂട്ടിൽ പടിയിൽ 2.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിന്റെ 100 മീറ്ററോളം ചുറ്റളവിലുള്ള വീടുകളുടെ പരിസരങ്ങളിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഉറവകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ശുദ്ധജല ടാങ്കിന്റെ ബലക്ഷയം മൂലമുണ്ടാകുന്ന ചോർച്ചയാണ് ഉറവകൾ ഉണ്ടാകാൻ കാരണമെന്നാണ് നിഗമനം. ഭൂമിക്കടിയിൽ വെള്ളം ഇറങ്ങിയിട്ട് പെരയുടെ പുറവശത്തെ ഏണ്ടിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേനും 2 പ്രാവശ്യം അങ്ങനെ ഏണ്ടിയെന്ന് മണ്ണിടിഞ്ഞ് പെരയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. 30 വർഷത്തോളം പഴക്കമുള്ളതാണ് ടാങ്ക്. ഇരട്ടയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് ടാങ്കിൽ നിന്ന് ഇരട്ടയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുന്നു. വേനലിലും ഉറവകൾ സജീവമായ സാഹചര്യത്തിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. അത് 2-3 ദിവസമായിട്ട് ഇപ്പം വെള്ളം അടിക്കുമ്പം ഞാൻ ഒഴുകി വരാതെ ഞങ്ങളുടെ മുറ്റത്ത് ഉറവയായിട്ട് പൊങ്ങി വരുന്നുണ്ട് വെള്ളം. രാത്രിയിലാണ് വെള്ളം അടിക്കുന്നത്, ആ സമയത്താണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ മുറ്റമെല്ലാം നനഞ്ഞു കിടക്കുന്നു, അവിടുന്ന് ഉറവ പൊങ്ങിയതായിട്ട് ഞങ്ങൾ കാണുന്നു. മേഖലയിലെ ഉയർന്ന പ്രദേശമായതിനാൽ ടാങ്ക് തകർന്നാൽ വൻ ദുരന്തമുണ്ടാകാനിടയുണ്ട്. ടാങ്കും പൈപ്പുകളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ ജല അതോറിറ്റിയിലും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. അമൃത ന്യൂസ്, ഇടുക്കി.